يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ചരിത്രമാണ് നാം വിശദീകരിച്ചു പോകുന്നത്. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് 40 വർഷം സീനാ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആ ജനത, അവർ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളോട്, പ്രവാചകന്മാരോട് അവരുടെ സമീപനവും എല്ലാം നാം വിശദീകരിച്ചതാണ്. 40 വർഷത്തിന് ശേഷം യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കീഴിൽ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് അവർ പ്രവേശിക്കുന്നതും തുടർന്ന് 3 നൂറ്റാണ്ടുകൾ പല പ്രവാചകന്മാരുടെ കീഴിലായി ആ ജനത ജീവിച്ചു പോരുകയും 4-ാം നൂറ്റാണ്ടിൽ ഫലസ്തീനുമായി വലിയ സംഘട്ടനങ്ങൾ നടക്കുകയും അതിലൊന്നിൽ അവരുടെ താബൂത്ത്, അവർ അനുഗ്രഹങ്ങളുടെ പെട്ടിയായി കണക്കാക്കിയിരുന്ന, തൗറാത്തിൻ്റെ ഫലകങ്ങൾ സൂക്ഷിച്ചിരുന്ന താബൂത്ത് എന്ന് പറയുന്ന പെട്ടി ഫലസ്തീനയുടെ കയ്യിൽ എത്തിപ്പെടുന്നതും തുടർന്ന് തങ്ങളുടെ പ്രവാചകനായ ശംവീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നുകൊണ്ട്
തങ്ങൾക്കൊരു രാജാവിനെ നിർണയിച്ചു തരുന്നതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട് അള്ളാഹു ത്വാലൂത്തിനെ അവരുടെ രാജാവായി നിശ്ചയിച്ചു കൊടുക്കുമ്പോഴേക്ക് അവർ അവരുടെ നീരസം പ്രകടിപ്പിക്കുന്നതും വിശുദ്ധ ഖുർആൻ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ നാം വിശദീകരിച്ചതാണ്. അതിന് ആ ജനത പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളിൽ പ്രബലരായ ചില വിഭാഗങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കെ, സാമ്പത്തികമായി സമൂഹത്തിൽ നല്ല സ്ഥാനങ്ങളുള്ള ചില ഗോത്രങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കെ ഏറ്റവും ദുർബലമായ ബിന്യാമീനിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവിനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തുകയോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ അവിടെ വരെയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടുന്ന, നാം പഠിക്കേണ്ടുന്ന ആശയങ്ങളെക്കുറിച്ചും വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് നാം സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് ആ പ്രവാചകനോട് ആ ജനത ഈ വിധം പ്രതികരിച്ചപ്പോൾ ത്വാലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത വിധം അവരുടെ നീരസം, അവരുടെ അഭിപ്രായ ഭിന്നത ആ ജനത ആ പ്രവാചകനെ അറിയിച്ച സമയത്ത് തുടർന്ന് ആ പ്രവാചകൻ അവരോട് പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 248-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയകും. ആ പ്രവാചകൻ അവരോട് പറഞ്ഞ സന്ദർഭം, ഇന്ന ആയത മുൽക്കിഹി, തീർച്ചയായും താലൂത്ത് എന്ന് പറയുന്ന അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ രാജാവിൻ്റെ രാജാധികാരത്തിനുള്ള ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നിങ്ങളെ ആക്രമിച്ച് നിങ്ങളിൽ നിന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടുപോയ നിങ്ങളുടെ താബൂത്ത്, ഫീഹി സക്കീനത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സമാധാനം, നിങ്ങൾക്കുള്ള മനസമാധാനം നിങ്ങൾക്ക് തന്നിരുന്ന ആ പെട്ടി, ഇദ്ദേഹം ഈ ത്വാലൂത്ത് എന്ന് പറയുന്ന ആള് ഈ രാജാവിൻ്റെ ദൃഷ്ടാന്തമായിക്കൊണ്ട് ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും. ആലു മൂസ, ആ പെട്ടിയിൽ അതുമാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പര ബാക്കിയാക്കിയതും ആലു ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമ ബാക്കിയാക്കിയതുമായ അടയാളങ്ങൾ അടക്കുന്ന ആ പെട്ടി നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്, മടക്കി കൊണ്ടുവരും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ രാജാധികാരത്തിൻ്റെ അടയാളം എന്ന് ആ പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വതഹ്മിലുഹുൽ മലായികതു, മലക്കുകൾ ആ പെട്ടി വഹിച്ചു കൊണ്ടുവന്നു എന്നാണ്. അവർക്ക് ഇടപെടേണ്ടി വന്നില്ല, അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. അതിനപ്പുറം അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ആ ദൃഷ്ടാന്തം അവർ നേർക്കുനേരെ കാണുകയും ചെയ്തു. മലക്കുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ പെട്ടി അവരുടെ അനുഗ്രഹമായി അവർ കണക്കാക്കിയിരുന്ന അത് തൗറാത്തിൻ്റെ ഫലകങ്ങളുള്ള ആ പെട്ടി അവരിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയത്തുൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, ഇനി നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയും ചെയ്തു. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രവാചകൻ ഒരു ജനതയിലേക്ക് നിയോഗിതനാവുകയും ആ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ ദൃഷ്ടാന്തങ്ങൾ വഴി അത് പ്രവാചകനാണ് എന്ന് ആ ജനതക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവാചകനെ അനുസരിക്കലും ആ പ്രവാചകന്റെ വർത്തമാനങ്ങളെ കേൾക്കലും അത് അനുധാവനം ചെയ്യലും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. അവരത് ചെയ്തേ പറ്റൂ. അതിനാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന അന്ത്യപ്രവാചകൻ നമ്മളിലേക്ക് നിയോഗിതനാവുകയും ആ പ്രവാചകൻ അത് പ്രവാചകനാണ് എന്ന്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ആ പ്രവാചകൻ കൊണ്ടുവന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം വിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ പ്രഖ്യാപനം നടത്തിയത്. നമ്മൾ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ പ്രഖ്യാപനമാണ് ഈ പള്ളിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ആ പ്രഖ്യാപനം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കേവലം അല്ലാഹു
അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഐ സർട്ടിഫൈ ദാറ്റ് എന്നാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എപ്പോഴാണ് ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുക? നമുക്ക് പൂർണ്ണ ബോധ്യമായ ഒന്നിനെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുക. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റ് ആരുമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തത് എന്താ? രണ്ടാമതായി സർട്ടിഫൈ ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യുകയാണ്. അത് ബോധ്യപ്പെട്ടിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ബോധ്യപ്പെടാതെ ഒരാളും താഴെ ഞാനിത് അറ്റസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ട്രൂ കോപ്പിയാണ് എന്ന് പറഞ്ഞ് ആരും എഴുതി ഒപ്പിട്ട് കൊടുക്കില്ല. ഒറിജിനൽ കണ്ട് ബോധ്യമായാൽ മാത്രമേ ഒരാൾ അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഷഹാദത്ത് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്താ? നമുക്ക് ബോധ്യമായി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന്. അത് കൊണ്ടുവന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിന്ന് നിയുക്തനായ പ്രവാചകനാണ് എന്ന് ബോധ്യമായതിന് ശേഷമാണ് നമ്മൾ സർട്ടിഫൈ ചെയ്തത്. ഇനി നമുക്കുള്ള ബാധ്യത എന്താ? അള്ളാഹു പറയുന്നത് അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അത് ബോധ്യമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ബാധ്യത. ആ ബാധ്യത നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടുന്നത്. എന്നാൽ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നേരിൽ കണ്ടു. ആ നേരിൽ കണ്ടതിന് ശേഷം അവർക്കുണ്ടായ സംഭവങ്ങളെ പിന്നീട് വിശുദ്ധ ഖുർആൻ അതേ അധ്യായത്തിൽ തുടർന്നുള്ള ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മാ ഫസലത്തു ആലൂതു ബിൽ ജുനൂദി ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ. അങ്ങനെ ജാലൂത്തിന്റെ അടുക്കലേക്ക് ത്വാലൂത്ത് ഈ സൈന്യവുമായി കൊണ്ട് ഈ ജനതയെ സൈന്യമായി തീരുമാനിച്ചുകൊണ്ട് ഇവരെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമുണ്ട്. നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കാൻ പോകുന്നത് ഒരു പുഴയെ കൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി മുന്നിൽ താണ്ടിക്കടന്നു പോകേണ്ടുന്ന ഒരു പുഴയുണ്ട്. പക്ഷേ ആ പുഴയിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, അതിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുകയാണ് എങ്കിൽ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അവൻ ഈ സൈന്യത്തിൽ ചേരുവാനും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയാനും യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പറയാനും പ്രാപ്തനായ ആളല്ല. അതുകൊണ്ട് ഇനി നാം കടക്കാൻ പോകുന്ന ഇറങ്ങാൻ പോകുന്ന പുഴയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കരുത്. ഒപ്പം അള്ളാഹു പറഞ്ഞു വമൻ ലം യതഅമുഹു ഫഇന്നഹു മിന്നി. ആരെങ്കിലും അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ അവനാണ് എന്നിൽപ്പെട്ട ആള്. ഇല്ലാ മൻ ഇഅ്തറഫ ഉർഫതൻ. എന്നാൽ ഇഅ്തറഫ ഉർഫതൻ ബിയദിഹി ഫശരിബു മിൻഹു. നിങ്ങൾക്കൊരു ഒഴിവുണ്ട്. വേണമെങ്കിൽ ഒരു കുമ്പിൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കൈപ്പിടി അതിൽ നിന്ന് നിങ്ങൾക്ക് കോരിയെടുത്തിട്ട് അത് കുടിക്കാം. എത്ര പേരെ അനുവദിച്ചു? നിങ്ങൾ ദാഹം ഉള്ള ആളുകളാണ്, ക്ഷീണമുള്ള ആളുകളാണ്, ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ടാണ് ഈ ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി നിങ്ങൾ വന്നിട്ടുള്ളത് എന്നറിയാം. ഇവിടെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് ഒരു പുഴ കൊണ്ടാണ്. അതിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. കുടിക്കുകയാണ് എങ്കിൽ എത്രേ പറ്റുള്ളൂ? ഒരു കുമ്പിൾ എടുത്തിട്ട് അത് കുടിക്കാം. അതിലധികം നിങ്ങൾ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഫശരിബു മിൻഹു ഇല്ല ഖലീലൻ മിൻഹും. കുറച്ചു പേരല്ലാത്ത എല്ലാ ആളുകളും അതിൽ നിന്ന് വെള്ളം കുടിച്ചു. ഇതാണ് ഈ ജനത. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു പ്രവാചകനെ അവർക്ക് ബോധ്യമായി. അതിൻ്റെ ആയത്തുകൾ അവർക്ക് നേരിട്ട് അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതിനോടൊപ്പം അതൊരു പിന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അവർക്ക് ബോധ്യമായതിന് ശേഷവും ആ പറയുന്ന ആളെ, അള്ളാഹു നിയുക്തനാക്കിയ ആളെ, നിയോഗിച്ച ആളെ അനുസരിക്കാൻ ആ ജനത തയ്യാറാകുന്നില്ല. നമ്മളോ? അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമുക്ക് ബോധ്യമായി. ആ പ്രവാചകന്റെ ജീവിതം എത്ര നമ്മുടെ ജീവിതത്തിലുണ്ട്? ആ പ്രവാചകൻ അനുസരിക്കണം എന്ന് പറഞ്ഞ എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്? അരുത് എന്ന് പറഞ്ഞതിനോട് നമ്മുടെ സമീപനം എന്താണ്? ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടേതും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ വിഷയങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ വിവാഹം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകൾ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ സംഘടനയിൽ, ഇങ്ങനെ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും പ്രവാചക അധ്യാപനങ്ങൾ അനുസരിക്കേണ്ടുന്ന അത് ബോധ്യപ്പെട്ട നമ്മൾ ആ അധ്യാപനങ്ങളോട് എത്ര കണ്ട് വിദൂരത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ചരിത്രം നമുക്ക് പാഠമാവുക. അതല്ല എങ്കിൽ അവർക്ക് സംഭവിച്ചത് കേട്ട് ആശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ചെറിയ വിഭാഗമല്ലാത്ത
എല്ലാവരും അതിൽ നിന്ന് കുടിക്കുകയും ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു, അങ്ങനെ അവർ ആ പുഴ കടന്നുപോയി. കുറച്ച് ആളുകൾ, വെള്ളം കുടിക്കാത്ത ആ രാജാവ് പറഞ്ഞത് അനുസരിച്ച ആളുകൾ പുഴ കടന്ന് അപ്പുറത്തെത്തിയപ്പോഴേക്ക് ഖാലു ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി, അവർ അവരുടെ സ്വഭാവം വീണ്ടും പുറത്തെടുത്തു. ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി. ഇത് നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ ഇവരുടെ ഈ സ്വഭാവം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഇവരിങ്ങനെ തന്നെയാണ്. ഇവർ അനുസരണക്കേട് കാണിക്കും. ഇവര് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളോടുള്ള ഇവരുടെ സമീപനം ഇങ്ങനെയാണ്. അത് ഏതുവരെ, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വരെ അവരത് കാണിച്ചു എന്നുള്ളതാണ്. ഒരു രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത് ലാ ത്വാഖത ലനൽ യൗമ ബിതാലൂത വജുനൂദി, ജാലൂത്തിനോടും അവരുടെ സൈന്യത്തിനോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഇന്നു വയ്യ, ഞങ്ങൾ പരിക്ഷീണിതരാണ് എന്ന് പറഞ്ഞ് അവർ ആ യുദ്ധത്തിന്റെ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. വഖാലല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു ചെറു സംഘം, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖാലല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് നാം എന്ന് ബോധ്യമുള്ള ഒരു ചെറിയ സംഘം, അവർ പറഞ്ഞത് കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ, എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചിട്ടുള്ളത്, അവരെ അതിജയിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ എണ്ണത്തിൽ കുറവാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാതെ ഇരിക്കരുത് എന്ന് ആ ചെറിയ സംഘം, ഇമാം ഇബ്നു ജരീർ തുബ്രിയൊക്കെ സൂചിപ്പിക്കുന്നത് അവരുടെ എണ്ണം ബദറിലേക്ക് പുറപ്പെട്ട, അല്ലെങ്കിൽ ബദറിൽ അവസാനം ഉണ്ടായിരുന്ന സ്വഹാബിമാരുടെ എണ്ണത്തിന് തുല്യമായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. ബദറിലും ഉണ്ട് സമാനമായ സംഭവങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട മുനാഫിക്കുകളിൽ പലരും പാതി വഴിയിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊരു പൊതു സ്വഭാവമായി നമ്മൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് മാറിക്കൊണ്ട് ഇതിനെ തരണം ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് ഒപ്പം നിൽക്കാൻ ആർക്ക് സാധിക്കുന്നു, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ആർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എല്ലായ്പ്പോഴും ഒരു ചെറു സംഘം ഉണ്ടാവണം ഒരു ഉമ്മത്തിൽ. എല്ലായ്പ്പോഴും ഒരു ചെറു സംഘം ഒരു ഉമ്മത്തിൽ ഉണ്ടായിരിക്കണം. അവർ എണ്ണത്തിൽ കുറവായിരിക്കും, ശരി തന്നെയാണ്, അവരുടെ എണ്ണം കുറവായിരിക്കും. പക്ഷേ അവർക്ക് നന്മ ചെയ്യാനും സത്യം വിളിച്ചു പറയാനും സത്യത്തിൻ്റെ മുന്നിൽ നിൽക്കാനും അസത്യത്തോട് രാജിയാവാതിരിക്കാനുമുള്ള അവരുടെ പ്രേരണ എന്ന് പറയുന്നത് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ഒരൊറ്റ പ്രതീക്ഷയായിരിക്കണം. അന്ന് ഹിസാബ് പറയേണ്ടി വരും എന്ന ഒരൊറ്റ പ്രതീക്ഷയോടുകൂടി സത്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന ദഅവത്തിൻ്റെ മേഖലയിൽ മുന്നിൽ നടക്കാൻ കെൽപ്പുള്ള ഒരു ചെറിയ സംഘം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ്. കാലം ആവശ്യപ്പെടുന്നത് അത്തരം ചെറു സംഘങ്ങളെയാണ്. അത്തരം ചെറു സംഘങ്ങളായി മാറാനാണ് നമുക്ക് സാധിക്കേണ്ടതും. അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണപ്പെരുക്കം കണ്ടിട്ട് പിന്നോട്ട് നിൽക്കാനാണ് ശ്രമമെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ആ ജനതയുടെയും ചരിത്രം നമ്മൾ വായിച്ചതുപോലെ ആയിരിക്കും നമ്മളുടെ അനുഭവം എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ വലിയ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒരു ചെറു സംഘം എങ്ങാനും ഇല്ലാതിരുന്നാലോ? അങ്ങനെ ഒരു ചെറു സംഘം ഇല്ലാതെ ആവുകയാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 251-ാമത്തെ വചനം, വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅലഹും ബിബഅലിൻ ലഫസദത്തിൽ അർളു. ഒരു സംഘത്തെ കൊണ്ട്, ഒരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹു മറ്റൊരു വിഭാഗത്തെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർള്, ഭൂമിയിൽ മൊത്തം കുഴപ്പമായി മാറിയനെ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വേണം ഇവിടെ. അന്ധവിശ്വാസം പടർന്നു പിടിക്കുമ്പോൾ, അനാചാരങ്ങൾ എല്ലാ മുക്കുമൂലകളും വ്യാപിച്ചങ്ങ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനും സത്യം വിളിച്ചു പറയാനും യഥാർത്ഥ വിശ്വാസം വിളിച്ചു പറയാനും ഒരു ചെറു സംഘം ഉണ്ടാകണം. അങ്ങനെ ഇല്ല എങ്കിൽ ഭൂമിയിൽ എല്ലാ തരത്തിലുമുള്ള കുഴപ്പമുണ്ടാകും. വലാക്കിൻ അല്ലാഹു ദൂ ഫളിൻ അലൽ ആലമീൻ. പക്ഷേ അള്ളാഹു ലോകരോട് അങ്ങേയറ്റം ഫളിലുള്ള ആളാണ്. അതുകൊണ്ട് ഒരു ചെറു സംഘത്തെ അള്ളാഹു എപ്പോഴും ബാക്കിയാക്കും.
നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു ചെറു സംഘം ഉണ്ടാകണം, ആ സംഘത്തിൽ നമ്മൾ ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ആ ഒരു ചെറു സംഘത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനം, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, ചിലരെ കൊണ്ട് ചിലരെ അള്ളാഹു തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്യമത്ത് സ്വവാമിയ, ഇവിടെയുള്ള സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വബിയഉൻ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ ഇവിടെ തകർക്കപ്പെടുമായിരുന്നു. വസ്വലവാത്തുൻ, ജൂതന്മാരുടെ ആരാധനാലയങ്ങൾ ഇവിടെ തകർക്കപ്പെടുമായിരുന്നു. വമസാജിദുൻ യുദ്കറു ഫീഹ ഹസ്മുല്ലാ, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്ന പള്ളികൾ ഇവിടെ പൊളിച്ചു മാറ്റപ്പെടുമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കേറെ ബോധ്യമാകും. അത് കൃത്യമായി ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു ചെറു സംഘം പോലും പാർലമെന്റിൽ ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ബോധ്യമായതാണ്, നമുക്ക് ബോധ്യം നൽകുന്നതാണ് മണിപ്പൂരും ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് കൊണ്ട് തകർക്കപ്പെട്ട പള്ളികളും. എന്തിന് നമ്മുടെ സമീപ പ്രദേശത്തുള്ള സമീപ സംസ്ഥാനങ്ങളിലുള്ള ക്രിസ്ത്യൻ ചർച്ചുകൾ വരെ എന്തായിരുന്നു നടന്നത് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ വാർത്ത നമ്മെ ഓർമ്മപ്പെടുത്തും. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്, അള്ളാഹു ഒരു ചെറു സംഘത്തെ കൊണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ഒരു ചെറു സംഘമെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തകർക്കപ്പെടുകയും മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിൽ ഒരു ഇസ്ലാം മാത്രം എന്നുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാൻ. അവിടെ ക്രിസ്ത്യൻ പള്ളികൾക്കെതിരെ കയ്യേറ്റങ്ങൾ ഉണ്ടാകും, ജൂത പള്ളികൾക്ക് എതിരെ കയ്യേറ്റങ്ങൾ ഉണ്ടാകും, സന്യാസി മഠങ്ങൾ തകർക്കപ്പെടും. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണം, ഒരു ചെറു സംഘം ഉണ്ടാവണം ഈ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ. അങ്ങനെ ആ ഒരു ചെറു സംഘത്തിലാണ് നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയും ചെയ്തു, വലമ്മ ബറസൂലി ജാലൂത വജുനൂദിഹി, ആ യുദ്ധം അവിടെ നടക്കുകയും യുദ്ധത്തിൽ ജാലൂത്തിനെ കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ മുതലാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ജാലൂത്തിനെ വധിച്ചിട്ടുള്ളത്. അവിടെ മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അവസാനിപ്പിച്ച് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു സംഭവം നടക്കുകയും അവിടെ ഒരു ദഫ് നടക്കുകയും പ്രതിരോധം നടക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ആ ചെറു സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന റബ്ബന അഫ്രിഗ് അലൈനാ സുബ്രൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കഫിരീൻ. റബ്ബന അഫ്രിഗ് അലൈനാ സുബ്രൻ, പടച്ചവനെ ഞങ്ങൾക്ക് ക്ഷമ തരണേ എന്നാണ്. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒരുപക്ഷെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അന്ന് ഈ മതത്തിൽ നിന്നൊന്ന് കാല് മാറ്റിച്ചവിട്ടി നമ്മുടെ നിലപാട് തറയൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന് മനസ്സിന് തോന്നും വിധത്തിൽ പോലുമുള്ള ഒരു തോന്നൽ പോലും എൻ്റെ മനസ്സിന് ഉണ്ടാക്കാത്ത വിധം ക്ഷമ നൽകണേ റബ്ബേ എന്ന്. വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ നീ ഈ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഈ സമുദായത്തെ ഇല്ലാതാക്കണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എതിരിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന്, ഞങ്ങളെ സഹായിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന സമയമാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും അത് ബോധ്യമായതിന് ശേഷം അവരുടെ ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനുധാവനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ പതറാതെ അള്ളാഹുവിനോട് പ്രാർത്ഥനയോടുകൂടി അതിൻ്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. മുഹറം മാസത്തിൽ നമ്മൾ തുടങ്ങിയ ചരിത്രത്തിൻ്റെ വിശദീകരണമാണ്. എന്നാൽ നമ്മളിപ്പോൾ സഫർ മാസത്തിലെത്തിയിട്ടുണ്ട്.
1400 വർഷങ്ങൾക്ക് മുൻപ്, അതിലധികം വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു സഫർ മാസത്തിലെ 26-ാം തീയതി മക്കയിലെ ദാറുൻ നദുവയിൽ രഹസ്യമായ ഒരു യോഗം നടക്കുന്നുണ്ട്. അബൂജഹലിൻ്റെ നേതൃത്വത്തിലാണ് യോഗം. അജണ്ട എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ്. പ്രമുഖ ഗോത്രങ്ങളുടെ തലവന്മാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം ഇസ്ലാമാണ്. ആ ഇസ്ലാമുമായി ഈ വിശുദ്ധ വേദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ ഇസ്ലാമും മുസ്ലിമുമാണ് അവരുടെ പ്രശ്നം. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് അവരുടെ ചർച്ച. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞത് മുഹമ്മദിനെ നമുക്ക് മക്കയിൽ ബന്ദിയാക്കാം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വിശ്വസിച്ചിരുന്ന പ്രവാചകൻ്റെ അനുചരന്മാർ മദീനയിലേക്ക് ഹിജറ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയേക്കാം എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നതാണ് ചർച്ച. ചിലർ പറഞ്ഞത് ബന്ദിയാക്കാം എന്നതാണ്. അപ്പോൾ അതിനെ അനുകൂലിച്ചില്ല പലരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങു നൽകുന്ന, സഹായം നൽകുന്ന, പ്രവാചകന് പിന്തുണ നൽകുന്ന പ്രവാചകൻ്റെ കുടുംബം ബനൂ ഹാഷിം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ മദീനയിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങൾ തിരിച്ചു വന്ന് പ്രവാചകനെ ബന്ദിമോചനം നടത്തി തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് അത് സാധ്യമല്ല. അവസാനം അവർ തീരുമാനിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാം എന്നാണ്. അങ്ങനെ വധിക്കുമ്പോൾ അവിടെയും ഒരു പ്രതിസന്ധിയുണ്ട്. പ്രവാചകന് സഹായം നൽകുന്ന പ്രവാചകൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ രഹസ്യമായിട്ടെങ്കിലും പ്രവാചകനോട് അനുകൂല മനസ്സുള്ള ഒരു വലിയ വിഭാഗം അപ്പോഴും മക്കയിലുണ്ട്. അവരും ഇതിനോടൊപ്പം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതിന് അവർ ഒരു പോംവഴി കണ്ടത് 11 യുവാക്കളെ 11 വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ജനപദത്തിനോട് യുദ്ധം ചെയ്യാൻ എന്തായാലും ബനൂ ഹാഷിമിന് സാധിക്കില്ല എന്നതാണ് അവർ അതിന് കണ്ടെത്തിയ മാർഗം. 11 ആളുകളെ അതിനു വേണ്ടി തയ്യാറാക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ വാതിൽക്കൽ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങുന്നതും കാത്ത് പ്രവാചകനെ വധിക്കാൻ 11 ആളുകളും, അതിൽ അബൂജഹൽ ഉൾപ്പെടെയുണ്ട്, വാളുകളുമായി വീടിൻ്റെ മുന്നിൽ നിന്നു. എന്നാൽ ആ ഭാഗം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തു വന്നിട്ട് പറഞ്ഞു, താങ്കൾ സാധാരണ ഉറങ്ങുന്ന വിരിപ്പിൽ ഇന്ന് ഉറങ്ങരുത് എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ആ ഭാഗം വിശദീകരിച്ചത് വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. നിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, അവർ കുതന്ത്രം മെനഞ്ഞ ഒരു സന്ദർഭമുണ്ട്. എന്തിന്? ലിയസ്ബുത്തൂക്ക, നിന്നെ ഈ മക്കയിൽ തന്നെ പിടിച്ചു നിർത്താനും, ഔ യഖ്തുലൂക്ക, അതല്ലെങ്കിൽ നിന്നെ കൊന്നുകളയാനും, ഔ യുഖ്രിജൂക്ക, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും നാട് കടത്താനും ഒക്കെ അവർ കുതന്ത്രം മെനയുകയും കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭമുണ്ട്. വയം കുറൂന, അവരും കുതന്ത്രം ആലോചിച്ചു. വയം കുറുല, അള്ളാഹുവും അള്ളാഹുവിൻ്റെ തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവിടെ അള്ളാഹുവാണ് കൃത്യമായി യഥാർത്ഥ തന്ത്രശാലി എന്ന് തിരിച്ചറിയണം. അതാ പ്രവാചകൻ മദീനയിലേക്കുള്ള പ്രവാചകൻ്റെ ഹിജറ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. ആ കാത്തിരുന്ന ആളുകളുടെ മുന്നിലൂടെയാണ് പ്രവാചകൻ പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും ഇസ്ലാമിനെ ഇല്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും അവിടെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സഹായം ലഭിച്ചു എന്നുമാണ്. ഒപ്പം ചേർത്ത് വായിക്കേണ്ടുന്നത്
സമാനമായ പല ചർച്ചകളും നമ്മുടെ രാജ്യത്തെ പല ദാറുന്നതുവകളിലായി നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുൻപും നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം അവരുടെ ചർച്ചാ വിഷയമെന്ന് പറയുന്നതും ഇസ്ലാമും മുസ്ലിങ്ങളും തന്നെയായിരുന്നു. ഇത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ചർച്ച. പല രൂപത്തിലാണ് അഭിപ്രായങ്ങൾ. ഇവിടെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെയുള്ള പല അഭിപ്രായങ്ങളാണ് അന്നും ഉണ്ടായത്. അതിൽ ചില അഭിപ്രായങ്ങളാണ് CAAയും NRCയും ഒക്കെ. പക്ഷെ അത് നടപ്പിലാക്കാൻ ഇറങ്ങിയപ്പോഴേക്ക് സംഭവിച്ചതെന്ത് എന്ന് നമ്മൾ കണ്ടതാണ്. കേവലം ഒരു മതത്തിൻ്റെ ആളുകൾ മാത്രമല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും വിധത്തിൽ പൊതുജനം റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് ദാറുന്നദുവകൾ പലതവണ വീണ്ടും കൂടി. അവസാനം കൂടിയ ദാറുന്നദുവ തീരുമാനിച്ചത് മുസ്ലിങ്ങളുടെ സ്വത്ത് എങ്ങനെ ഇല്ലാതാക്കാം, അതിന് അവർ കണ്ട മാർഗം യാതൊരു പ്രശ്നവുമില്ലാതെ വഖഫ് ബോർഡിലേക്ക് ചിലരെയൊക്കെ അങ്ങ് നിയോഗിച്ച് കളഞ്ഞേക്കാം എന്നാണ്. അതോടുകൂടി ഭാവിയിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയും വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നാം ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇവിടെയെങ്കിലും നമുക്കത് ബോധ്യപ്പെടേണ്ടതുണ്ട്. വലൗല ദഫ്ഉല്ലാഹിന്നാസ ബഅലഹും ബിബഅലിൻ, ചിലരെ കൊണ്ട് ചിലരെ അള്ളാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർളു, ഭൂമിയിൽ കുഴപ്പം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു സംഘമെങ്കിലും ഇതിനെ പ്രതിരോധിക്കാൻ ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചർച്ചയ്ക്ക് പോലും, ഇങ്ങനെ ഒരു ചർച്ച നടന്നതുപോലും നമ്മൾ അറിയാതെ നിയമമായി നമ്മുടെ മുന്നിലേക്ക് വരുമായിരുന്നു. വലൗല ദഫ്ഉല്ലാഹിന്നാസ ബഅലഹും ബിബഅലിൻ, ചിലരെ കൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആ ഭാഗങ്ങളിൽ നമ്മൾ ഉണ്ടാകണം, നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, നമ്മുടെ മനസ്സതിനോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് നോക്കൂ നിങ്ങൾ. വലൗല ദഫ്ഉല്ലാഹിന്നാസ ബഅലഹും ബിബഅലിൻ ലഫസദത്തിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാകുമായിരുന്നു ചിലരെ കൊണ്ട്. ഇത് നമ്മുടെ ആത്മീയ രംഗത്തും ഉണ്ടാവണം. നമ്മുടെ വിശ്വാസ രംഗത്ത് ഈ രൂപത്തിലുള്ള പുഴുക്കുത്തുകൾ കടത്തിക്കൂട്ടിയിട്ട് ഇതിനെ മലീമസമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിൽ ജീവിച്ചിരിക്കെ അതിനെ പ്രതിരോധിക്കുവാൻ, ഈമാൻ കൊണ്ട് പ്രതിരോധിക്കാൻ, ദഅവത്ത് കൊണ്ട് പ്രതിരോധിക്കാനുള്ള സംഘങ്ങളായി നാം മാറേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. പലരും രോഗം മൂലം ആശുപത്രിയിൽ വലിയ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് അഭ്യർത്ഥിച്ച ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി, സിഹത്തുള്ള ആഫിയത്ത് നൽകി നമുക്കിടയിൽ ഇനിയും ഈ ദീനീ പ്രവർത്തനങ്ങളിൽ സജീവമായി ജീവിക്കുവാനുള്ള തൗഫീക്ക് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ്